ഗൈസ്, ഇറ്റ്സ് മീ ന്യൂ ബ്രോ. നിങ്ങൾ എന്നെ പ്രോബ്ലം മാറ്റി വിളിക്കുന്ന ഒരു കാലം ഉണ്ടാവും ഞാൻ സ്വപ്നം കാണുന്നുണ്ട് ഗൈസ്. ഇതും പറഞ്ഞുകൊണ്ട് ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. എന്താണ് ഈ ന്യൂ ബ്രോ, ഈ ചാനലിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വേണമെന്നില്ല. എനിക്കുള്ള 2 പേരാണെങ്കിലും അത് എൻ്റെ വാല്യുബിൾ സബ്സ്ക്രൈബേഴ്സാണ്. അവരെന്താണ് എനിക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, എന്താണ് എൻ്റെ ഗെയിം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നത്, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ എൻ്റെ ഗെയിം പ്ലേ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ ഓരോ വട്ടവും ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ഓരോ കാര്യങ്ങൾ, ഓരോ പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ, ഞാൻ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഏത് ട്രെയിനിങ് ആണ്, ഏത് ഡ്രില്ലാണ് ചെയ്യേണ്ടത്, എൻ്റെ സെൻസിറ്റിവിറ്റി എന്താണ് മാറ്റം വരുത്തേണ്ടത്. എനിക്ക് സെൻസിറ്റിവിറ്റിയുടെ കാര്യങ്ങളിലൊന്നും വലിയ ഐഡിയ ഇല്ല, അതെങ്ങനെ സെറ്റ് ചെയ്യണം. ഞാനിപ്പം ഓൾമോസ്റ്റ് ഒരു 2 ആഴ്ച എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് പേര് മാറ്റിയിട്ടാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അത് ഇപ്പോൾ 2-3 ആഴ്ചയോളം ആണ് കളിക്കുന്നത്. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ ഒരു വീഡിയോ ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഗെയിം പ്ലേ ഞാൻ ഈ യൂട്യൂബിൽ കുറേ പേട്ട കണ്ടു. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെയൊക്കെ കളിക്കണം. ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും പറ്റുന്നില്ല. ഇതിപ്പോൾ എനിക്കൊരു മെൻറ്റർ പോകണമെന്നൊക്കെ പറഞ്ഞു തരാൻ ആരുമില്ല. ഞാൻ ആ ഒരു ലെവലെത്തുന്ന സമയത്ത് ഞാൻ മെൻറ്ററായിട്ട് ഞാൻ കുറേ ആൾക്കാരെ പഠിപ്പിക്കും എന്ത് ചെയ്യണമെന്ന്. അതേപോലെ നിങ്ങൾ എന്നെ ഇപ്പോൾ പഠിപ്പിക്കണം. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് എന്നെ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന നിങ്ങളാണ് എനിക്ക് ഐഡിയ പറഞ്ഞു തന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഒരു പ്രോ ആവുകയാണെങ്കിൽ, ഈ ന്യൂ ബ്രോ ഒരു പ്രോ ആവുകയാണെങ്കിൽ നിങ്ങളാണ് അതിൻ്റെ കാരണം. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഞാൻ കുറച്ച് ഗെയിം പ്ലേ ഇട്ടിട്ടുണ്ട്. ഇതിലെന്താണ് ഈ ഗെയിം പ്ലേയിൽ ചാവുന്നതായിരിക്കും, കൂടുതലും ഫെയിൽസ് ആയിരിക്കും. ഞാൻ ക്ലച്ചസ് കാണാൻ വേണ്ടി ആരും നിൽക്കണം, ഞാൻ ഇപ്പോഴേ പറയുകയാണ്. ക്ലച്ചസ് ഉണ്ടാവില്ല. ഒരു 1v4 എനിക്കൊരു 1v1 എടുക്കാൻ തന്നെ അറിയില്ല മര്യാദയ്ക്ക്. എന്ത് ചെയ്യണമെന്ന് ഞാൻ സ്ട്രെസ്ഡ് ആവും, ഭയങ്കര സ്ട്രെസ്ഡ് ആവും. എന്നാലും ഐ വിൽ ട്രൈ. കുറേ യൂട്യൂബ് വീഡിയോ എടുത്ത് FPP സെറ്റ് ചെയ്ത് അടിക്കണം. ഞാൻ FPP സെറ്റ് ചെയ്ത് വെറുതെ ഓടുമായിരിക്കും. എനിക്ക് അതിനുള്ള കഴിവില്ല ശരിക്കും, പക്ഷെ ഞാൻ കഴിവുണ്ടാക്കും. എവറിത്തിങ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഹാർഡ് വർക്ക്. എനിക്ക് ഹാർഡ് വർക്ക് ഞാൻ ഡ്രിൽസ് ചെയ്തോളാം. ഞാൻ എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തോളാം. ബട്ട് ഐ നീഡ് യു ഗായ്സ്. നിങ്ങളുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ലെറ്റ്സ് ഗെറ്റ് ടു ദ ഗെയിം പ്ലേ. ഗിവ് മീ ഐഡിയാസ്, ഗിവ് മീ സ്ട്രാറ്റജീസ്, ഗിവ് മീ എവറിത്തിങ് യു ഗോട്ട് ടു ടെൽ മീ, എവറിത്തിങ് യു ഗോട്ട് ടു ടെൽ മീ. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം നിങ്ങൾ എന്നോട് പറയുക. നമുക്ക് പൊളിക്കാം ഗൈസ്. ഇതൊരു തുടക്കമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പുതിയ BGMI എറയുടെ തുടക്കമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. നിന്റെ പരിപാടി തീർത്ത് തരാടാ ഞാൻ. അയ്യോ, എന്റെ കുട്ട എവിടുന്നൊക്കെ ആടി വരുന്നു, ഓടിക്കോടാ. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. കളിച്ചു പോയ ആളാ, ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ. ഇതിപ്പോ വരാട്ടാ, ഇത് തിന്നാ എനിക്ക് മുട്ട പണി.
കൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല. എന്തോ ഡിസിപ്ലിൻ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ, നീ തീർന്നു. ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. സെൻട്രൽ ജയില് എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ് ഒടിച്ചു കളയും ഈ ദശമൂലൻ. മല്ലയ്യ വരുന്നുണ്ടല്ലോ. ആണോ? ഇങ്ങോട്ട് തന്നെ എന്റെ ശിവനെ. ക്ലച്ചസ് ഒന്നും വിളിക്കാൻ പറ്റില്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ട കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ട്. അതും ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. പിന്നെ കുറച്ച് ഫണ്ണി ഡെത്ത്സ് കൊണ്ട് എനിക്ക് കുറച്ച് ഫണ്ണിയായിട്ട് തോന്നി. അതും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വാച്ച്.
on board immediately.